ഹലോ, നമുക്കിന്നൊരു ഉണ്ണിക്കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? സിമ്പിളാണ്, വെരി സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനിയിപ്പം തുടങ്ങാം ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഒരു കപ്പിൽ 1/4 കപ്പ് അരിപ്പൊടി, ഫൈനായിട്ട് പൊടിച്ച ഇടിയപ്പം പൊടിയില്ലേ, അതാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം എടുത്തു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളയ്ക്കണം വെള്ളം. ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം. അതിനുവേണ്ടി ഇത് ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ ഓൺ ചെയ്തിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി മിക്സി എടുത്തു അതിനകത്തോട്ട് ഞാനൊരു ഈ ഒരു സ്പൂണിൽ 4 സ്പൂണ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് പിന്നെ ഒരുമാതിരി വലിപ്പത്തിൽ നല്ലൊരു വലിപ്പമുള്ള ഒരു പച്ചമുളകും കൂടെ ഒടിച്ചിട്ടു. പിന്നെ അതിനകത്തോട്ട് ഒരു പിടി കറിവേപ്പില, നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ടു. എന്നിട്ട് ഈ സമയത്ത് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഞാൻ അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ വെള്ളം തിളച്ചു. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഓഫ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ച അരിപ്പൊടി ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തു. ആ സമയം ഇങ്ങനെ തന്നെ തിളച്ച വെള്ളത്തിനകത്തോട്ട് തന്നെ ചേർക്കണേ. വെള്ളം ഇച്ചിരി തണുത്ത് കഴിഞ്ഞ് ചേർത്താൽ ശരിയാകത്തില്ല. അപ്പം തിളച്ച വെള്ളത്തിനകത്തോട്ട് തന്നെ ഈ അരിപ്പൊടി ചേർത്തൊന്ന് മിക്സാക്കി. ഇനിയിപ്പം നമുക്കൊരു കാര്യം കൂടെ ചെയ്യണം. അതിനു വേണ്ടി ഞാനൊരു ചീനിച്ചട്ടി വെച്ചു. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂൺ കടുകിട്ടു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ കടുകിട്ടു. പിന്നെ അതിനകത്തോട്ട് ഒരു വറ്റൽമുളക് മുറിച്ചിട്ടു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്ന് കൂടെ ഇട്ട് കൊടുത്ത് ഉഴുന്നിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഒരു താളിച്ചതും കൂടെ നമുക്ക് നമ്മൾ പൊടി മിക്സ് ചെയ്തില്ല അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ ആ ചൂട് മാറിയിട്ട് വേണം ഇത് ബോൾസ് ആക്കാൻ വേണ്ടിയാണ്. ചെറിയ ബോൾസ് ആക്കണം. ഇത് ചൂടാറിയിട്ടേ അതുണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ കൈ പൊള്ളും. ഇനി നമുക്ക് ആ അരയ്ക്കാനെടുത്ത് വെച്ചിട്ടില്ലേ, അതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒട്ടുമേ ഒഴിക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരച്ച് പേസ്റ്റ് പരുവത്തിലൊന്താ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മതി. ഞാനൊരു സ്പൂൺ എടുത്ത് കാണിക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. നല്ല ഫൈനൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ആ ബോൾസ് പോലെ ആക്കിയത് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്തോട്ട് ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കി വേവിച്ചെടുക്കണം. ആവി വന്ന് ഒരു 10 മിനിറ്റ് മതി, അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. ഇപ്പോൾ ആവി ഞാൻ അടച്ചു വെച്ച് വേവിക്കുവാണേ. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് ഇതുപോലെ ഈ ഒരു ടൈമിൽ വെന്തു. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഇതുപോലെ ഇരിക്കും. 10 മിനിറ്റ് മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം നമ്മൾ ചതച്ച് വെച്ച തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോൾസ്, നമ്മുടെ കുഞ്ഞി കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചില്ലേ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിം മതി. ആ മീഡിയം ഫ്ലെയിം തീയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ രണ്ടും കൂടെ ഒന്ന് മിക്സായി കിട്ടണം. എന്നിട്ട് ഒന്ന് ചൂടായാൽ മതി. ഒരുപാടൊന്നും കിടന്ന് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ടോ എല്ലാം കഴിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.